ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമ്പിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ SCRT പുതിയ സിലബസ് പ്രകാരം പുറത്തിറക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്കും വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് കേട്ടുകേൾവി മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്നാൽ കണ്ടോളൂ, കണ്ടോ, നമ്മുടെ ആ ലീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് SCRT പുറത്തിറക്കിയിട്ടുള്ള പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്തേ. കാര്യം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾ ലൈക്ക് ബട്ടൺ അടിച്ചിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഏതാണ് ആ ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഇനി അങ്ങോട്ടും ക്ലാസ്സുകൾ ഇടണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് ഇടണം കേട്ടോ, മറക്കരുത്. കാരണം ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു രണ്ടക്ക സംഖ്യയുടെ വർഗം ക്രിയയിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു പെട്ടിക്കോളം. എടാ മോനെ, ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, ആ പെട്ടിക്കോളം പഠിച്ചോ. ആ പെട്ടിക്കോളത്തിലൂടെ വർഗങ്ങൾ, സ്ക്വയേഴ്സ് കാണാനുള്ള വഴി, രണ്ട് വഴിയാണ് ആ ചാപ്റ്ററിൽ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള പറയുന്നത്. അതിലൊന്ന് പെട്ടിക്കോളവും പിന്നെ ഒന്ന് A+B². ഈ രണ്ട് സാധനമാണ്. അതിൽ പെട്ടിക്കോളം പഠിച്ചു വെച്ചോ, ചോദിക്കും. ഇവിടെ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ദ ഗ്രിഡ് ഷോ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് എ സ്ക്വയർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇവിടെ കുറെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോടാ, ഞാൻ വട്ടം വരച്ചിട്ടുണ്ട്. ആ വട്ടം വരച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെയൊക്കെ ഉള്ള നമ്പേഴ്സ് മിസ്സാണ്. ആ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ചോദ്യമാണ്, ഫസ്റ്റ് ടാസ്ക് ആണ്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇത് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ തന്നിരിക്കുന്ന 4 കോളങ്ങൾ ഉണ്ടാവും. 4 കോളങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാണ് 4 കോളങ്ങൾ? 1 2 3 4. അവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിച്ചോ, ഈ കോളവും ഏതോ ഒരു 2 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആയിരിക്കും. ഏതോ 2 നമ്പറുകളുടെ സ്ക്വയറുകൾ. ഈ 2 കോളങ്ങൾ എപ്പോഴും സ്ക്വയറുകളെ വരൂ. സ്ക്വയറുകൾ ഒരു പെർഫെക്റ്റ് സ്ക്വയറേ വരൂ. അതായത് ഒരു പൂർണ്ണവർഗമായിട്ടുള്ളൊരു സംഖ്യ മാത്രമേ വരൂ. നിങ്ങൾക്കറിയാം, 900 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ 900 എത്രേന്റെ സ്ക്വയറാ? 30ന്റെ സ്ക്വയർ ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ. 900 എന്ന് പറഞ്ഞാൽ 30ന്റെ സ്ക്വയർ ആണെന്ന് അറിയാലോ. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ എത്രയായിരിക്കും വരിക? 30 ആയിരിക്കും. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര വരിക? അത് 30 ആയിരിക്കും. കാരണം ഇത് ഗുണിച്ചാലുള്ള, അതായത് ഈ 30യും കൂടെ ഇൻറ്റു ചെയ്താലാണ് ഇവിടുത്തെ 900 കിട്ടുന്നത്. അതായത് 30 × 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എത്രയാണ്? 900 ആണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഐഡിയ. A² എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ വരുന്നത്. ആ ഒരു ഐഡിയയിലേക്കാണ് അത് വരുന്നത്, ലോജിക് കോൺസെപ്റ്റ്. പക്ഷെ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെച്ചോ, 900 ഈസ് ദ 30 സ്ക്വയർ. അപ്പൊ 30 ഇവിടെയും 30 ഇവിടെയാണ് വരിക. എന്നാലേ 30 × 30 ഇവിടെ എഴുതാൻ പറ്റൂ. നമ്മളെ പെട്ടിക്കോളം വരച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുന്നത്തെ ലൈവൊക്കെ ഒന്ന് കണ്ടൊക്കെ പോയിട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 30 ആണ്. ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു നമ്പറിന്റെ സ്ക്വയർ ആകുന്നത് പോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഈ നമ്പറും ഒരു നമ്പർ സ്ക്വയർ ആയിരിക്കും. 16 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 4 ആയിരിക്കും ഇവിടെ വരുന്ന നമ്പർ. ഇവിടെയും അതേ നമ്പർ 4 തന്നെ ആയിരിക്കും. എന്നാലേ 4ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 16 ഇവിടെ എഴുതാൻ പറ്റൂ. പെട്ടിക്കോളത്തിൽ അങ്ങനെയാണ് അത് ഗുണിച്ച് കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പൊ ഈ 2 നമ്പർ ഏത് നമ്പറുടെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിച്ച നമ്മുടെ ആൻസേഴ്സ് ഒരേ പൊളി സെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ, അതായത് ഇവിടെയുള്ളതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക ഏറ്റവും എളുപ്പമാടാ. എങ്ങനെ കണ്ടുപിടിച്ചാൽ അറിയാലോ? ഈ 4ഉം ഈ 3ഉം ഗുണിച്ച് കഴിഞ്ഞാലായിരിക്കും ഇവിടുത്തെ കിട്ടുക. കത്തിയോ? 3 4 എത്രയാ? 12. അപ്പൊ 30 4 120 ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ ദാറ്റ് ഈസ് 120 ആയിരിക്കും. 120. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്കും കിട്ടി 120 അല്ലെ? ഇവിടെ 120 പോലെ തന്നെയാണ് മക്കളെ എവിടെയും വരിക. ഈ 120 ഇവിടെ 2 സെയിം ആയിരിക്കും. ഇങ്ങനെ ക്രോസ് ഉള്ള ആ 2 നമ്പേഴ്സും സെയിം ആയിരിക്കും കേട്ടോ. 120. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ നോക്ക്. ഈ 30യും ഈ 4ഉം ഇവിടെ ഗുണിച്ച് നോക്ക്. 30 × 4 120. കണ്ടോ? അതായിരിക്കും 120 ഈസ് ആൻസർ. ദിസ് ഈസ് 120. ഒരേ പൊളി.
അപ്പോൾ ഏതൊക്കെയാണ് ആൻസേഴ്സ് അറിയാലോ? ഞാൻ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ, 120 120 സെയിമേ വരും. ഈ രണ്ട് നമ്പേഴ്സും സ്ക്വയേഴ്സാണ് വരും. അപ്പോൾ ഇത്രയും നമ്പേഴ്സുകളാണ് അവിടെ മിസ്സായിട്ടുള്ളത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? 900 എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 30 ഇവിടെ 30, 4 900 കിട്ടുള്ളൂ. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 4 ഇവിടെ 4, ഒരേ പൊളി. അപ്പോൾ ഇതാണ് മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കിഡിലമായിട്ട് പഠിച്ചു. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യന്? അപ്പോൾ പെട്ടിക്കോളം പഠിച്ചാൽ മതി, അതാണ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് പഠിച്ചിട്ട് നേരെ തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്ക് അതുപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾ റെഡിയാണോ? നോക്കാം, റെഡിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് കണ്ടുപിടിച്ചത്? ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് കമ്പ്യൂട്ടഡ്, വാട്ട് ഈസ് ദാറ്റ് സ്ക്വയർ? വർഗ്ഗം എന്താണ്? ഏത് നമ്പറിന്റെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് സുഖാടോ. ഏത് നമ്പറിൻ്റെതാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ ദാ ഇവിടുത്തെ 30ഉം ഇപ്പോഴത്തെ 4ഉം അല്ലെ, 30ഉം 4ഉം കൂടെ കൂട്ടിയാൽ മതി. അതല്ലേ പെട്ടിക്കോളം വരച്ചിട്ട് നമ്മൾ 34ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? 30 + 4, അതായത് ഒരു 30 ഒരു ഭാഗത്തും ഒരു 4 ഒരു ഭാഗത്തും. അപ്പൊ 34, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം 30 + 4, ദാറ്റ് ഈസ് 34ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചത്. ഞാൻ അതിന്റെ സ്ക്വയർ എത്രയാന്ന് കണ്ടുപിടിക്കാണ്ട്. അപ്പൊ അതിന്റെ സ്ക്വയർ കാണാൻ സിമ്പിളാടാ. അതിന്റെ സ്ക്വയർ കാണാൻ ഏറ്റവും എളുപ്പം. ആ 34ന്റെ സ്ക്വയർ കാണാനേ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറ്റേ ഇതൊന്ന് ഇവിടുന്ന് മായ്ക്കാട്ടെ. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി 34 × 34 ഒന്ന് ഗുണിക്കാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് കൂട്ടാൻ അറിയെങ്കിൽ ഒരേ പൊളി അതിന് ആൻസർ ആയിട്ട് കിട്ടും. 34ന്റെ സ്ക്വയർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എടാ ഇവിടെ കൂട്ടി വെച്ചാൽ മതി മുത്തുമണിയും. എവിടെ കൂട്ടി വെക്കുക? ഇതാ ഇവിടെ കൂട്ടി വെക്കാം. ഒന്ന് കൂട്ടി വെക്കാം. ഇതൊക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട് ഞാൻ. ഒന്ന് കൂട്ടിക്കടാ, നേരെ തന്നെ കൂട്ടിക്കോ. ഇതാ 900 120 എത്ര വരും? 1020 അല്ലേ? അതുപോലെ അടുത്ത കൂട്ട് 120ഉം 16ഉം 120 16 136. ഇത് രണ്ടൊന്ന് കൂട്ടിക്കുക. 1020 + 136 6 5 1 1 1156 ആയിരിക്കും ആൻസർ. കണ്ടോ എന്ത് സുഖമുണ്ട്. അപ്പോൾ അവിടുത്തെ കിട്ടണമെങ്കിൽ ഇത് മൊത്തം കൂട്ടുക, അല്ലെങ്കിൽ ഇത് 4ഉം കൂടെ കൂട്ടിയാലും മതി. 34ന്റെ സ്ക്വയർ. ഞാൻ അത് കിട്ടുന്നില്ല, 34ന്റെ സ്ക്വയറും എല്ലാം ഗുണിച്ചാലോ കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഈ ടോപ്പിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ആ പെട്ടിക്കോളം വരച്ച് തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് സാധനം നമ്മുടെ ഈ ഇതിലുണ്ട്, ലൈവിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈവ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥി സാറിന്റെ ക്ലാസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ലൈവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും പുതിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ. കാര്യം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനും കാര്യങ്ങളാണ്. ഫീഡ്ബാക്ക് എഴുതാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ആൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. വീണ്ടും പുതിയ ചോദ്യങ്ങളുമായിട്ട് പരിചയപ്പെടും വരെ. ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.